എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്, അതായത് റവ ലഡു. അപ്പോൾ നാളെ നവരാത്രി ആരംഭിക്കുകയായി. അപ്പോൾ നവരാത്രി ആയിട്ട് ഒരു സ്വീറ്റ് എന്തായാലും കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ ഞാൻ കരുതി സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരാമെന്ന്. അപ്പോൾ ലഡു ഞാൻ 2 ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ്, അതുപോലെ തന്നെ രണ്ടാമത്തത് നെയ്യ് അധികം ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എന്നെ പോലുള്ളവർക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചുണ്ട് നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള റവ ലഡു തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് റവ ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും, അതായത് ഉണക്കമുന്തിരി ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് അണ്ടിപ്പരിപ്പും മുന്തിരിയുടെ ആവശ്യമില്ല, കാരണം അപ്പോൾ പിന്നെ ലഡുവിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും മാറ്റി വയ്ക്കുക. ബാക്കി പരിപാടികളിലോട്ട് കിടക്കാം. ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ലഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് മാത്രമുള്ള ലഡുവാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ലാസ്റ്റ് ചെയ്യും. അതായത് ഒരു 15 ദിവസം വരെ നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ആദ്യം അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ഞാനിപ്പോൾ ഒരു ചെറിയ അളവ് കാണിക്കുന്നു, അതായത് 1/2 ഗ്ലാസിൻ്റെ അളവ് കാണിക്കുന്നത്. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു അളവിൽ കാണിക്കണമെന്ന് മാത്രം. മീഡിയം തീയിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ കരിക്കാൻ പാടില്ല. ചെറിയൊരു കളർ ചേഞ്ച് വരണം. അതുപോലെ തന്നെ നല്ലൊരു വാസന വരാൻ തുടങ്ങും നമ്മുടെ ഈ റവയിൽ നിന്ന്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റവ താഴെ അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് 5 മിനിറ്റ് ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു വാസന വരുന്നുണ്ട്. മതിയാക്കാൻ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എല്ലാവരും റവ പൊടിക്കാറില്ല. പക്ഷേ എനിക്ക് എൻ്റെ റവ ലഡു എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം പൊടിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ 1 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പൊടിച്ചെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പഞ്ചസാര പൊടിക്കാൻ വേണ്ടിയിട്ട് ബൗളിലിട്ട സമയത്ത് ഒരു 3 ഏലക്കായ തൊലി കളഞ്ഞതിന് ശേഷം കുരു മാത്രം ഇട്ടിട്ട് നല്ല നൈസാക്കി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യാനുസരണം പഞ്ചസാര ഇതിൽ നിന്ന് എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് എടുത്ത് വെച്ചു എന്ന് മാത്രം. നമ്മളെ റെസിപ്പിക്ക് 1 ഗ്ലാസ് പഞ്ചസാരയുടെ ആവശ്യമില്ല. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. പക്ഷേ എന്നാലും ഇതെടുത്ത് നമ്മൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. ഓക്കെ, നമ്മുടെ റവയുടെ ചൂടാറിയിട്ടുണ്ട്. ഇത് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം എത്ര വേണ്ടി വരും എന്നുള്ള കാര്യം. എന്നാലും ഒരു 3 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുത്ത് നോക്കാം. ഇത് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഇടാം. എന്നിട്ട് നല്ല നൈസായിട്ട് അങ്ങ് പൊടിച്ചെടുക്കണം. ഇപ്പം നല്ല നൈസായിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പം നല്ല നൈസായിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പൊടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് ഞാനിതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ. എനിക്ക് ഈ മധുരം പാകമാണ്. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ ഏലക്കായുടെ സ്മെല്ല് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കുക. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന റവയും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. പൊടിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരുപാട് നെയ്യ് വേണ്ടി വരും ഇത് നന്നായിട്ടൊന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ. പൊടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് മതിയാവും ഇത് റവ ലഡു ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്കിതിലോട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ലഡു ആയതുകൊണ്ട് നമ്മൾ ഇട്ടു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനിപ്പോൾ ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ. മിക്സിയിൽ അടിച്ചതിൻ്റെ ഒരു ചെറിയ ചൂടുണ്ട് നമ്മുടെ ഈ പൊടിക്ക്. ഇതിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒഴിച്ചാൽ മാത്രം മനസ്സിലാവുള്ളൂ. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കിയതാണ് കേട്ടോ. ചെറിയൊരു ചൂടുള്ള നെയ്യാണിത്. ഒരുപാട് ചൂടല്ല, പക്ഷേ ലൈറ്റായിട്ടുള്ളൊരു ചൂടുണ്ട്. ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തപ്പോഴേക്കിനും ഏകദേശം ഒരു വെറ്റായിട്ടുണ്ട്. നമുക്കിങ്ങനെ പിടിക്കാൻ കിട്ടണം, ഷേപ്പ് ചെയ്യാൻ പറ്റണം. അതാണ് അതിൻ്റെ അളവ്, നെയ്യിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിതിൽ നിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് മാറ്റി കേട്ടോ. കൂടുതൽ അണ്ടിപ്പരിപ്പ് വീണ പോലെ തോന്നി, കാരണം അപ്പോൾ നമുക്ക് ശരിക്കും പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എനിക്ക് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് ഉരുട്ടി നോക്കുക. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മതിയാക്കാം, നെയ്യ് ഒഴിക്കണ്ട. ഓക്കെ,
നല്ലതായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ എനിക്ക് 2 ടേബിൾ സ്പൂൺ മതിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റണം. ലൈറ്റ് ചൂടായിട്ടുള്ള നെയ്യാണ് നമ്മളിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ലഡു ഇതുപോലെ ഒരു മീഡിയം സൈസിൽ പിടിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തൊട്ടുന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് കയ്യിൽ ഇച്ചിരി നെയ്യ് തടവിയിട്ട് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ നെയ്യ് പുരട്ടാണ്ട് തന്നെ ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിലങ്ങ് ഉരുട്ടിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇതൊരു 10 എണ്ണം ഉണ്ട്. മീഡിയം സൈസ് 10 എണ്ണമാണ് നമുക്ക് 1/2 ഗ്ലാസ് റവയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 20 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് റവ എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതിയാവും. ഇപ്പോൾ മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ ആകപ്പാടെ ഇതിന് നെയ്യിൻ്റെ അളവിൽ ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് പകരമായിട്ട് ഒരു 4 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് വേണ്ടി വരും. അതുപോലെ തന്നെ പഞ്ചസാര 3 ടേബിൾ സ്പൂണിന് പകരമായിട്ട് 6 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അത്രമാത്രം വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലഡു പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെ ലഡു ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ റവ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഞാൻ. നമ്മൾ സാധാരണ നേരത്തെ എടുത്ത പോലെ തന്നെ കപ്പിൽ, അതായത് ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം തന്നെ മെത്തേഡ് കേട്ടോ. നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഈ ചൂടുള്ള കടായിൽ തന്നെ വെക്കാൻ പാടില്ല, കാരണം അപ്പോൾ റവയുടെ കളർ ചേഞ്ച് വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടായി എടുക്കുക. ആ കടായിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഏത് ഗ്ലാസ്സിലാണ് നമ്മൾ റവ എടുത്തിരിക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് വെള്ളം. ഓക്കെ, അതിലോട്ട് ഞാൻ അല്പം കളറിന് വേണ്ടിയിട്ട്, ഇത് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഒന്നില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം നമുക്ക്, അതല്ലെങ്കിൽ ഫുഡ് കളർ ഉപയോഗിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂവ് ഉപയോഗിക്കാം. അപ്പം എൻ്റെ അടുത്ത് കുങ്കുമപ്പൂവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച മണം ഉണ്ടെങ്കിൽ അത് മാറിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം തിളപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ മഞ്ഞൾപ്പൊടിയുടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്, അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മളെടുത്തിരിക്കുന്ന സെയിം അളവ് തന്നെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ കിടന്ന് അലിയട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം ഉപ്പ്. ഞാൻ നേരത്തെ ഉപ്പിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പൊടി ഉപ്പ് ആദ്യമേ ചേർക്കണേ. ആദ്യത്തേലും ചേർക്കണം, ഇപ്പോഴും ചേർക്കണം. അപ്പോഴാണ് ആ ഒരു മധുരത്തിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ബാലൻസ് കിട്ടുള്ളൂ. ഒരു നുള്ളു മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ അല്പം ഏലക്കായ പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ റവ പൊടിക്കുന്നില്ല. ഈ പത വരാൻ തുടങ്ങുന്ന സമയത്ത് തീ ഒന്ന് കുറയ്ക്കുക. ഇനി നമുക്കിതിലോട്ട് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. വൺ സ്റ്റിം കൺസിസ്റ്റൻസി ആവാൻ നിൽക്കണ്ട, കാരണം അപ്പോൾ ആകെപ്പാടെ ഒട്ടി പിടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും. പത വന്നതിന് ശേഷം 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക. തീ കുറച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. നെയ്യ് ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, പക്ഷേ നമ്മുടെ ഒരു ലഡു ആയതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെന്ന് മാത്രം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഞാൻ അതിലേക്ക് നമ്മുടെ റവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് തീ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പിടിച്ചെടുക്കാം. ഇപ്പോൾ ഒരുപാട് ചൂടോടുകൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ അങ്ങ് പൊള്ളിപ്പോവും. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിടിക്കാതെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതങ്ങ് പിടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പിടിക്കാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. അതല്ല ചൂടാണ്, എന്നാലും അത്യാവശ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. നമുക്കിത് ചെറിയ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ ഉരുളകളാക്കി ഉരുട്ടാം. കൈ മുട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കുറച്ച് നെയ്യ് പുരട്ടാം, അതല്ലാന്നുണ്ടെങ്കിൽ കൈ ജസ്റ്റ് ഒന്ന് വെറ്റാക്കാം. ഞാൻ ഇച്ചിരി ഒന്ന് നെയ്യ് പുരട്ടുകയാണ്. പിന്നെ ഇതുപോലെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അല്പം പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് പിടിച്ചെടുക്കാം. പാൽ ഒരുപാട് ഒഴിക്കാൻ പാടില്ല. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒഴിക്കാൻ പാടില്ല. പാലൊഴിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസം നമുക്കിത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല, പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ എനിക്ക് പാലൊഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ സിറപ്പ് തിളപ്പിക്കുമ്പോൾ ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഷുഗർ അതിൽ നന്നായി അലിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരുപാട് നേരം പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് പതവ
നിങ്ങളുടെ റവ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി ഹാർഡായിട്ട് മാറുമെന്ന് വിചാരിക്കുക. ടെൻഷൻ്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഓക്കെ, പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അതിലോട്ട് നമുക്കൊരല്പം പാലൊഴിച്ച് മിക്സ് ചെയ്ത് ഇതേപോലെ ഉരുട്ടിയെടുക്കുക. അഥവാ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഏതിനും നമ്മുടെ അടുത്ത് റെമഡി ഉണ്ട്, ഒന്നും കേടായി പോവില്ല. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഉണ്ടല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ എല്ലാം ലഡുവും ഉരുട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ ക്രാക്കുകളൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിലുള്ള ലഡു ആക്കി ഉരുട്ടിയെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ദേ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ലഡുവും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് 20 എണ്ണം ഉണ്ട് കേട്ടോ. അതായത് 1 കപ്പ് റവയ്ക്ക് 20 ലഡു നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് 10 എണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 തരത്തിലുള്ള ലഡു ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതനുസരിച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നും മറക്കരുത്. കുഞ്ഞ് പോയിൻറ്റ്സ് ആയിരിക്കും, പക്ഷേ അത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് കിട്ടില്ല ലഡു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് ലഡു നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ലഡു എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നെയ്യ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നെയ്യ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഏതാണെങ്കിലും രണ്ടും അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടതിന് ശേഷം സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിലും വെക്കാം, അതല്ലെങ്കിൽ പുറത്തും വെക്കാം. നമ്മൾ പാലൊന്നും ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് കേടാവില്ലേ പെട്ടെന്ന്. ഞാൻ പറഞ്ഞ പോലെ 10 മുതൽ 15 ദിവസം വരെ കേടാവാതിരിക്കും. ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ച് നോക്കട്ടെ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ മധുരം കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നെപ്പോലെ മീഡിയം മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ടാൽ മതി. അതേസമയം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പഞ്ചസാര ഇടാം. ഓക്കെ, അപ്പോൾ ഈസി പീസി ലഡു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നവരാത്രി ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Can I wash my hands? There's still butter here. Where did I put this fork? Fork. Peek. That's where your key. You cook, Ayush? Smells like onion rings. Hello. Hello. What are you doing, Ayush? We are making something called biscuit.